പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് CITUവിന്റെ പോസ്റ്റ് ഓഫീസ് മാർച്ച്. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. രാജ്യത്ത് അനുദിനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഗ്യാസിന്റെയും വില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധിച്ച് ചെറുപുഴയിൽ CITUവിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം മുൻ MLAയും CITU കണ്ണൂർ ജില്ലാ നേതാവുമായ C. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് പാചകവാതകത്തിന് ഇന്നലെ സിലിണ്ടറിന്റെ വില 29 രൂപ വർദ്ധിപ്പിച്ചത്. അതുപോലെ തന്നെ വാണിജ്യ സിലിണ്ടറിന്റെ വിലയും വർദ്ധിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പെട്രോളിയം വില വർധനവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ബാധകമാകുന്ന ഒരു കാര്യമല്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വസ്തുക്കൾ, അതുപോലെ തന്നെ അതിലെല്ലാം പണിയെടുക്കുന്ന ജീവനക്കാർ, എല്ലാത്തിൻ്റെയും വില ഇതിന്റെ ഫലമായിട്ട് വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. വർദ്ധിക്കാൻ പോകുന്നതല്ല, വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 100 കൂട്ടം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു പത്രമൊക്കെ സംബന്ധിച്ച് എഴുതിയത്, നമ്മൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ഇതിന്റെ സിറിഞ്ച് മാറ്റിക്കൊണ്ടിരിക്കണം. ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ആ സിറിഞ്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു ഉപോൽപ്പന്നം ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. ആ സിറിഞ്ചിന്റെ ഉൽപാദനം നിലക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉപയോഗിക്കുന്ന 100 കൂട്ടം സാധനങ്ങളുടെ ലഭ്യത കുറയും, അതുപോലെ തന്നെ അതിന്റെ വില കൂടും. ചികിത്സക്ക് വിധേയരാകുന്നവർ ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള കത്രികൾക്ക് ഉൾപ്പെടെ വില കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സകലമായ വസ്തുക്കളുടെയും ഉൽപാദന ചെലവും അതുവഴി അതിന്റെ വിലയും എല്ലാം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. CITU പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് MP ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. അതിനോട് ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാം, പോരാടാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഹാക്കളെയും തൊഴിലാളി സഹാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. സെക്രട്ടറി KM ഷാജി സ്വാഗതം പറഞ്ഞു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.